بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا حبيبنا يا رسول الله മദീന മുനവ്വറയിലെ തിരുവസന്തങ്ങളിലേക്ക് പ്രയാണം ചെയ്തടുക്കുന്ന ഈ സ്നേഹ സൗന്ദര്യ പ്രവാഹത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ റൗള ഷരീഫിലേക്ക് നമ്മുടെ ആത്മതലങ്ങളും മാനസിക ലോകവും ശാരീരിക ലോകവും പറന്നടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തിരുനബിയോടുള്ള ഷൗഖ് നമുക്ക് വർദ്ധിക്കുകയാണ്. ഷൗഖി ഇലൈക യസീദു യാ ഖൈറൽ വറ യാ ഹാഷിമി യാ ഖൈറ മൻ വത്തിഅ അത്റ. തിരുനബിയോടുള്ള നമ്മുടെ ഷൗഖ് അവിടുത്തെ സുന്നത്തിനോട് അടുക്കുമ്പോൾ, അവിടുത്തെ ചരിത്രത്തോട് നാം ഇടപഴകുമ്പോൾ, അവിടുന്ന് ജീവിച്ച് മൺമറഞ്ഞ പുണ്യപ്രദേശങ്ങളോട് ശാരീരികമായി നാം ബന്ധപ്പെടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ പശ്ചാത്തലത്തിൽ പ്രിയ സ്നേഹമിത്രങ്ങൾക്ക് കൈമാറാനുള്ള ഒരു സന്ദേശം, തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയ്ക്ക് എത്ര തന്നെ കടപ്പാടുകൾ നിർവഹിച്ചാലും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു തആല സത്യവിശ്വാസികൾക്കായി അനുവദിച്ച ഏറ്റവും വലിയ ഒരു വസന്തോത്സവം തിരുനബിയുടെ പേരിൽ സ്വലാത്ത് സ്വലാമുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഒരു ദിവസം ഒരു സത്യവിശ്വാസിക്ക് എത്രമേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രയും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ അടിസ്ഥാന സ്വഭാവം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും പഠിപ്പിച്ചത് അതാണ്. ഓരോ കാരണങ്ങൾ, നിമിത്തങ്ങൾ, പരിപാടികൾ, ആസ്വാദനങ്ങൾ, സദസ്സുകൾ, മജ്ലിസുകൾ, കാരണങ്ങൾ ഉണ്ടാക്കി സ്വലാത്ത് സലാമുകളെ വർദ്ധിപ്പിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ ശീലം. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്, നമസ്കാരത്തിന്റെ ശേഷം, അതുപോലെ പുണ്യങ്ങളായ സദസ്സുകളിലൊക്കെ സ്വലാത്തുകൾ എത്രയോ വർദ്ധിപ്പിക്കുവാനുള്ള സംവിധാന പരിപാടികൾ മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന മൗലിക തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ലാ യുവഫഖു ഇല സ്വലാത്തി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഖിയ്യുൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന മഹത്തായ സ്വഭാവ ഗുണത്തിലേക്ക് ഹതഭാഗ്യരായ ആളുകൾ, പാരത്രിക മോക്ഷം വിധിക്കപ്പെടാത്ത ആളുകൾക്ക് തൗഫീഖ് ഉണ്ടാവുകയില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ലാ യുവഫഖു ഇല സ്വലാത്തി ലിന്നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല സുഅദാ. സൗഭാഗ്യവാന്മാരായ ആളുകൾക്കല്ലാതെ, അല്ലാഹുവിന്റെ നിയോഗ ഭാഗ്യം തീരുമാനിക്കപ്പെട്ട ആളുകൾക്കല്ലാതെ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന തൗഫീഖ് ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണത്? നാം ശ്രദ്ധിക്കണം. മറ്റേത് ഇബാദത്തുകൾക്കും വാഗ്ദത്തം ചെയ്യപ്പെടാത്ത പ്രതിഫലം, മഹത്വം സ്വലാത്തിന്റെ പേരിൽ പരിശുദ്ധ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, സദഖയാകട്ടെ, ഹജ്ജാകട്ടെ, അതൊന്നും നിർവഹിച്ചാൽ ലഭിക്കും എന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു മഹത്തായ സമ്മാനമാണ് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചത്. എന്താണത്? സഹീഹ് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. എൻ്റെ മേൽ ആരെങ്കിലും, ഒരു വിശ്വാസി, ഒരൊറ്റ പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല, ജഗന്നിയന്താവായ സർവലോക പരിപാലകനായ അല്ലാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചെയ്യുന്നതാണ്.
ഇത് ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോയാൽ ഈ ആശയത്തിന്റെ ഗാംഭീര്യത ഉൾക്കൊള്ളാൻ കഴിയില്ല. തിരുനബിയുടെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ഒരു വിശ്വാസി ചൊല്ലിയാൽ എന്താണ് നേട്ടം, എന്താണ് ഫലം? മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അല്ലാഹു അവന്റെ മേൽ 10 ഗുണം 10 സ്വലാത്ത് ചെയ്യുമെന്ന്. ആര് ചെയ്യുമെന്നാണ് പറയുന്നത്? ഒരു പ്രാർത്ഥന ലഭിക്കുമെന്നല്ല. സൃഷ്ടാവായ അല്ലാഹു 10 സ്വലാത്ത് ഒരു വിശ്വാസിയുടെ പേരിൽ തിരുനബിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഭാഗമായി ലഭിക്കുമെന്ന് പറയുമ്പോൾ ആത്യന്തികമായി ചിന്താപൂർവം ഈ ഹദീസിനെ മനനം ചെയ്യുമ്പോഴാണ് ഗൗരവം മനസ്സിലാവുക. അല്ലാഹു തആല ഒരടിമയ്ക്ക് ഒരൊറ്റ വട്ടം ജീവിതത്തിലാകമാനം ഒരു ഗുണം ഒരു സ്വലാത്ത് പ്രഖ്യാപിച്ചാൽ, തീരുമാനിച്ചാൽ അവൻ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹു അല്ലേ? ഏതൊരാളും ആ സ്വലാത്തോടുകൂടി പൂർണ്ണമായി വിജയിച്ചു. എങ്കിൽ ഒരൊറ്റ സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലുന്നവർക്ക് സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അല്ലാഹു 10 സ്വലാത്ത് അവന് കൊടുക്കുമെന്ന് പറയുന്ന ഈ വാഗ്ദാനം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ശഖിയായ ഹതഭാഗ്യനായ ഒരാൾക്ക്, അല്ലാഹുവിൽ നിന്നും മോക്ഷം ലഭിക്കാൻ തീരുമാനിക്കപ്പെടാത്ത ഒരാൾക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുകയില്ല. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്തിവാന്മാരായ ഉലമായിൽ നിന്ന് സ്വീകരിക്കുന്ന ആളുകൾ, മശായിഖന്മാരായ സൂഫി വര്യന്മാരിൽ നിന്നൊക്കെ ഉപദേശം സിദ്ധിച്ച് പരിപാലിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ സ്വലാത്തുമായി ഇടപഴകുന്ന വഴക്കങ്ങൾ, സുബഹിന്റെ ശേഷം 3 സ്വലാത്ത്, അസറിന്റെ ശേഷം വേറെ 3 സ്വലാത്ത്, ഇശാഇന്റെ ശേഷം പിന്നെയും സ്വലാത്ത്, ഇങ്ങനെ വിവിധങ്ങളായ സ്വലാത്തുകളിൽ ചുറ്റിത്തിരിയുന്ന ഒരു കീഴ്വഴക്കം മുഅ്മിനീങ്ങളിൽ കാണാം. എന്നാൽ ബിദ്അത്തിന്റെ അഹ്ലുകാർ ഹതഭാഗ്യരാണവർ. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഏതെങ്കിലും വിധേന സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഒഴിഞ്ഞു നിൽക്കാനാണ് അവരുടെ ഒരു യോഗം. ബിദ്അത്തിന്റെ പേരും പറഞ്ഞ് അതിന് തെളിവില്ല, ഇതിന് പ്രമാണമില്ല, അത് തിരുനബി ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ സ്വലാത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ചിലപ്പോഴും പറയും, അവരും നിസ്കാരത്തിലൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലാറുണ്ടല്ലോ, അതെ തീരെ ചൊല്ലുകയില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയുള്ളൂ എന്ന് മുനാഫിഖീങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് സ്വലാത്തും കുറച്ച് ദിക്റും ഒക്കെ ഉണ്ടായേക്കും, അത് മുനാഫിക്കുകളുടെ അടയാളമാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അപ്പോഴ് നമ്മളൊക്കെ ഓർക്കുക, ആത്മവിചിന്തനം നടത്തുക. സ്വലാത്ത് ഏതെങ്കിലും വഴിക്ക് ചെല്ലാനുള്ള ഒരു ഭാഗ്യം മജ്ലിസിൽ വെച്ചാവട്ടെ, ഒറ്റയ്ക്കാവട്ടെ, ഔറാദുകളുടെ ഭാഗമാകട്ടെ, മശായിഖന്മാർ നിർദ്ദേശിച്ചതാകട്ടെ, ആ ഒരു തൗഫീഖ് വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഒരാൾക്ക് അനുഭവത്തിൽ പ്രയോഗത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സമ്മാനമാണ്. അള്ളാഹുവിൻ്റെ സ്വലാത്ത്, അള്ളാഹുവിൻ്റെ ആത്യന്തികമായ വിജയ സമ്മാനം അവർക്ക് വിധിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ സ്വലാത്ത് ആർക്കുള്ളതാണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു തആല നിർവഹിക്കുന്നു, അവന്റെ മലായികത്ത് നിർവഹിക്കുന്നു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേർക്കുള്ള സ്വലാത്ത്. എന്നാൽ പിന്നെ അല്ലാഹു പറയുന്നത് എന്താണ്? യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന അസ്ലമു, മുസ്ലിംകളെ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആർക്കുള്ളതാണ്? യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള ഭാഗ്യവാന്മാർ, മുഅ്മിനീങ്ങളെ, സ്വലാത്തും തസ്ലീമും അത് നിങ്ങൾക്കായിട്ടുള്ള സമ്മാനമാണ്. എല്ലാ മനുഷ്യരോടും ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണോ? ഇതൊരടയാളമാണ്. ഏതെങ്കിലും കാരണത്താൽ സ്വലാത്ത് 100, 200, 300, 1000 ചൊല്ലാൻ 1000 പ്രാവശ്യം ദിവസേന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസല്ലിം
പതിവാക്കി ചൊല്ലുന്ന ഒരാൾക്ക് മനസ്സിൽ ആത്മധൈര്യത്തോടുകൂടി സംതൃപ്തി കൊള്ളാം. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. അല്ലാഹുവിൽ നിന്ന് ഒരൊറ്റ സ്വലാത്ത് നമുക്ക് ലഭിച്ചാൽ രക്ഷപ്പെട്ടില്ലേ? നമ്മുടെ ജീവിതം സഫലമായില്ലേ? അല്ലാഹുമ്മ ആമീൻ. അതുകൊണ്ട് റൗള ഷരീഫിലേക്ക് പ്രയാണം ഖൽബ് കൊണ്ട് നടത്തുന്ന നമുക്ക് വഇലാ റസൂലില്ലാഹി ശദ്ദു റിഹാലിനാ നഹ്ഫു ഇലൈഹി വഫിസ് സുദൂരി ഹനീനു. നമ്മുടെ എല്ലാ തീർത്ഥയാത്രകളും അണിഞ്ഞൊരുങ്ങി പുറപ്പെടുന്നത് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിലേക്കാണ്. നഹ്ഫു ഇലൈഹി, മനസ്സിലെ ആവേശ തിരമാലകൾ ഏറ്റി പാറിപ്പറന്നു പോകുന്നു തിരുനബിയുടെ സവിധത്തിലേക്ക്. വഫിൽ ഹനീനി വഫിസ് സുദൂരി ഹനീനു, നെഞ്ചകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉത്കടമായ വാത്സല്യം, തിരുനബിയോടുള്ള ഒടുങ്ങാത്ത പ്രേമം, അനുരാഗം. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.